പ്രിയരെ, ഇതുപോലെ ചെയ്താൽ തീരാവുന്ന വിഷയമാണ് എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഈ ചെറുപ്പക്കാരൻ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ വീഡിയോയിൽ പറയുന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇന്ന് കേരളത്തിൽ പലരും അനുഭവിക്കുന്ന വലിയൊരു പ്രയാസത്തിന് ഒരു പക്ഷേ പരിഹാരമാകാനും സാധ്യതയുണ്ട്. പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. 15 മിനിറ്റ് ഇടവേളയിൽ 2 ലാബുകളിൽ നടത്തിയ പരിശോധനയിൽ വ്യത്യസ്ത ഫലം. ആരോഗ്യവകുപ്പിന് പരാതി നൽകാൻ ഒരുങ്ങി ചങ്ങലേരി മല്ലി സ്വദേശിയായ ഫസലു എന്ന യുവാവ്. മണ്ണാർക്കാട് പ്രവർത്തിക്കുന്ന 2 സ്വകാര്യ ലബോറട്ടറികളിൽ നടത്തിയ പരിശോധനാ ഫലങ്ങളിലെ ഗുരുതരമായ പൊരുത്തക്കേടുകൾക്കെതിരെ അധികൃതർക്ക് പരാതി നൽകാൻ ഒരുങ്ങി ചങ്ങലേരി മല്ലി സ്വദേശിയായ ഫസലു എന്ന യുവാവ്. അതായത് 2 ലബോറട്ടറിയിൽ അദ്ദേഹം ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗറിന്റെ അളവെന്തോ വലിയ വേരിയേഷനിൽ കണ്ടു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി ഇദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, അത്തരം പരാതികളൊന്നും മുമ്പോട്ട് പോകൂല എന്നുള്ളതാണ് ഒരു കാര്യമെങ്കിൽ, ഇദ്ദേഹം ചെയ്തത് വലിയൊരു കാര്യമാണ്. വാർത്തയാക്കിയത് കൊണ്ട് കേരളത്തിലെ മലയാളികൾക്ക് ചിന്തിക്കാൻ ഒരു വകയുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ ഇത്തരം അളവുകളൊക്കെ എപ്പോഴും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനൊക്കെ ഒരു ബോർഡർ നിർണയിച്ച് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല വിഡ്ഢി ചിന്തകളുമാണ് പലപ്പോഴും ഇങ്ങനെ ട്രാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷുഗറാണ്, പ്രഷറാണ്, കൊളസ്ട്രോൾ ആണ്. ഒരു ബോർഡർ കഴിഞ്ഞാൽ ആ ബോർഡർ ആരാ നിർണയിച്ചതെന്ന് പോലും വ്യക്തതയില്ല. പല അലോപ്പതിക്കാരോടും ഞാൻ ചോദിച്ചിട്ട് അവർക്ക് തന്നെ വ്യക്തതയില്ല. ഇത് ഞാൻ എൻ്റെ അനുഭവം പറയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവ്യക്തമായ ഒരളവ് ഒപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ ജീവിതം കളഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇത്തരം അളവുകളെയൊക്കെ ഒഴിവാക്കി ഒരു സ്വസ്ഥമായ ജീവിതമല്ലേ വേണ്ടത്. അപ്പോൾ ഒരു മനുഷ്യന് ഒരു അസ്വസ്ഥതയും ഇല്ല എങ്കിൽ ഭാവിയിൽ എന്തോ അസ്വസ്ഥത വരുമോ എന്ന് ഭയന്ന് ഇത്തരം തട്ടിപ്പ് ടെസ്റ്റുകളുടെ പിന്നാലെ പോകുന്നത് ഭൂഷണമാണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് സ്വസ്ഥമായി ടെസ്റ്റുകളൊന്നും ഇല്ലാത്തൊരു ജീവിതം നിങ്ങൾ നയിച്ചാൽ എത്ര മനോഹരമായിരിക്കും. അതുകൊണ്ട് സ്വസ്ഥമായി നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേരളം വിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ റെഗുലർ ചെക്കപ്പ് ചെയ്തിട്ടാണോ ജീവിക്കുന്നത്? ഇങ്ങനെ റെഗുലർ ചെക്കപ്പ് ഒരു ട്രാപ്പാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? വളരെ ഒരു അബദ്ധകരവും കഷ്ടവുമാണ് ഇങ്ങനെ ടെസ്റ്റിൻ്റെ പിന്നാലെ പോയി ജീവിക്കുന്നവരുടെ കാര്യം.